ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ ശിരസിന്മേലും ദൈവത്തിൻ്റെ അഭിഷേകം വീണിരിപ്പുണ്ട്. അറിയാത്തവർ തിരിച്ചറിയണം, നിൻ്റെ മേൽ പകർന്ന അഭിഷേകം ചെറിയ അഭിഷേകമല്ല, അതൊരു വലിയ അഭിഷേകമാണ്. ഇനി എന്തുവാണ് അഭിഷേകം? നിങ്ങൾ ശ്രദ്ധിക്കണം. കുറേ നേരം കിടന്ന് കൈയടിക്കുന്നതോ, കുറേ നേരം കിടന്ന് തുള്ളുന്നതോ, 4 കസേര മറിക്കുന്നതോ, ആത്മവിശ്വസതയിൽ വീഴുന്നതോ ഒന്നുമല്ല അഭിഷേകത്തിൻ്റെ ഭാഗം. അഭിഷേകം എന്താ? ബൈബിൾ പഠിക്കുമ്പോൾ അന്യഭാഷ പറയുന്നത് അഭിഷേകത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അന്യഭാഷ പറയുന്നതിൻ്റെ പ്രയോജനം ധന്യനായ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്ന ഭാഗം വാക്യങ്ങളൊന്നും ഉച്ചരിക്കാതെ ഞാൻ പറയാം. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ ഒരുത്തൻ സഭയിൽ അന്യഭാഷ പറഞ്ഞാൽ അത് അടുത്തിരിക്കുന്നവനല്ല ഗുണം, അവനവന് തന്നെയാ ഗുണം. രണ്ടാമത് അന്യഭാഷ പറയുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുക. അതൊരു മഹാഭാഗ്യമാണ്. ഭൂമി ഇരുന്നുകൊണ്ട് ഉലകത്തെ ചമച്ചനോട് മിണ്ടാൻ മറ്റാർക്കുമില്ലാത്തൊരു ഭാഷ നിനക്ക് തന്നെന്നാണ് ബൈബിളിൻ്റെ ആലോചന. സ്തോത്രം. അന്യഭാഷയുടെ തുടക്കം ശ്രദ്ധിക്കണം. വിക്കി അതരത്തോടെ അവർ അന്യഭാഷ പറഞ്ഞു. അവൻ നട്ടപ്പളും പറിച്ചപ്പോഴും ഒരു കൊട്ടയല്ല. അന്യഭാഷയുടെ ലെവല് മാറണം, അഭിഷേകത്തിൻ്റെ ലെവല് മാറണം. ഇനി എന്താ അഭിഷേകമെന്നാണ് പറയാൻ പോകുന്നത്? അത് ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി തരാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചതും. അന്യഭാഷ നല്ലതാണ്, അന്യഭാഷ പറയണം. അത് അവൻ ദൈവത്തിന് സ്തോത്രം തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നതാണ്. ആത്മീകമായ ട്രെയിനസ് വരുമ്പം, ആത്മീകമായ മരുഭൂമിയുടെ അനുഭവങ്ങൾ വരുമ്പം, വാടിത്തളരുന്ന അനുഭവങ്ങൾ വരുമ്പം ഓർത്തോണം, അന്യഭാഷ അകത്ത് പുതുജീവൻ പകരുന്നതാണ്. അന്യഭാഷയിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഉണർവും ഉന്മേഷവും ദൈവകൃപയും ഉണ്ടാകും. ഒരുമാതിരിപ്പെട്ട സകല രോഗങ്ങളും അന്യഭാഷകളിൽ ആരാധിക്കുമ്പോൾ തന്നെ രോഗക്കെട്ടുകൾ അഴിയും. ചിലർ കണ്ടിട്ടില്ല, പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം. പ്രതിസന്ധി വരുമ്പം ഞാനിപ്പോഴും ഓർക്കുക, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ഒറ്റപ്പെടലൊക്കെ വരുമ്പം യൂട്യൂബിൽ കയറി ഏതെങ്കിലും ഒരു ആരാധനയോ ഒരു ശുശ്രൂഷയോ ഒക്കെ കണ്ടാൽ നമ്മൾ മരിച്ച വീട്ടിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ നമ്മുടെ ആത്മീക ജീവിതം ഉയർത്തെഴുന്നേൽക്കും. ചൂടെ ഗഹനമായിട്ട് ഞാൻ പറയാം. ഇന്ന് ഞാൻ വായിക്കുന്നത് 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ്. ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. വളരെ പരിചിതമായ വാക്യങ്ങളാണ്. 1 John chapter 2 verse 27. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം. പുതിയ നിയമത്തിൽ അഭിഷേകം എന്ന വിഷയത്തെ ഏറ്റവും ഊന്നി പറയുന്നൊരു ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവനാൽ പ്രാപിച്ച അഭിഷേകം. ആരാൽ? ക്രിസ്തുവിനാൽ നാം പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആ അഭിഷേകം നിങ്ങളിൽ എന്ത് ചെയ്യുക? വസിക്കുക. ഈ യോഹന്നാനെ പ്രത്യേകത ഞാൻ പറയാം. യോഹന്നാന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. എന്തുവെന്നറിയാമോ? എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്, എൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടത്. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്, എൻ്റെ സ്വന്തം കൈ കൊണ്ട് തൊട്ടത്. കേട്ടതും കണ്ടതും തൊട്ടതുമായ ചിലത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. യോഹന്നാനെ എപ്പോഴാടാ നീ കേട്ടെ? അവൻ പറയും, നിങ്ങൾ ആര് കേൾക്കുന്നതിലധികം ആ മാറോട് ചാരി കേട്ടവനാ ഞാൻ. ഒരാമയും വരുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവർക്കായി ഒരിക്കലെങ്കിലും ദൈവശബ്ദം കേട്ടവരെന്ന് കൈവക്കിക്ക്. ഞാൻ ഇങ്ങനല്ല, ഇങ്ങനെ തൻ്റെ അടുത്തോളം എങ്ങനെയാ കേട്ടെ? വചനത്തിൽ കൂടെ കേട്ടു, സ്വപ്നത്തിൽ കൂടെ കേട്ടു, ഹല്ലേലൂയ, ദർശനത്തിലൂടെ കേട്ടു. യോഗത്തിന് വന്നവൻ ദൈവദാസന്മാർ പ്രവാചക ദൂതായി കേട്ടു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവൻ എങ്ങനെയാണെന്ന് ബൈബിളിലുണ്ട്. ശൗമേൽ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഏലിയുടെ അടുക്ക ചെന്ന് ചോദിച്ചു, ഏലി എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് പിന്നെ ചെന്ന് ചോദിച്ചു, ഏലി വിളിച്ചോന്ന് ചോദിച്ചു, വിളിച്ചില്ല. ഏലി പറഞ്ഞു, ഇനിയും ചോദിക്കുമ്പം പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഏലിക്കറിയാം ഈ കൊച്ചന് ശീലമില്ലത്, ഈ ദൈവമാണ് സംസാരിക്കുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ അമ്മ ഒരു യോഗത്തിന് വന്നാൽ ദൈവമേ അരുളി ചെയ്യണമേ, അടിയം കേൾക്കാമെന്ന് പറഞ്ഞ് വേണം പ്രാർത്ഥനയ്ക്കിരിക്കാൻ. ഒരു മീറ്റിങ്ങിന് വന്നാൽ അവിടുത്തെ പാട്ടുകാരൻ എത്ര ഭംഗിയാ, കൊയർ എത്ര ഭംഗിയാ, കീബോർഡ് വായിച്ച മോൻസി എന്ത് നല്ലതായിട്ട് വായിച്ചു, ട്രംപാഡ് വായിച്ചവര്, ഗിത്താർ വായിച്ചവര്, മൈക്ക് പിടിച്ചവര് അടിപൊളിയാന്ന് പറയാനല്ല ഇവിടെ വന്നേ. അനിപ്പാഷ പ്രസംഗം നല്ല വാക്ചാതുര്യമെന്ന് പറയാനല്ല ഇവിടെ വന്നത്. മറിച്ച് ഇവിടെ വന്നത് അതൊന്നും കാണാനല്ല, ശ്രേഷ്ഠകരമായൊരു ശബ്ദം കേൾക്കാനാ. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത, ഇത് കാദേശ് മരുഭൂമിയെ നടുക്കും, വനങ്ങളെ തോലുരിക്കും, മാൻപേടകൾ വേദനയില്ലാതെ പ്രസവിക്കും. എന്താ കാര്യം? അത്ര വലിയ ശബ്ദമായത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. സങ്കീർത്തനക്കാരൻ പറയാ, കാട്ടുപോത്തിന്റെ കൊമ്പിനിടയിൽ ഞാൻ ചെന്ന് കയറിയാൽ അവിടെയും ഈ ശബ്ദമുണ്ട്. ഇടിമുഴക്കത്തിന്റെ മറവില് നിങ്ങൾ കേട്ടില്ലേ ലോകത്തിൽ നടന്ന ഭൂമികുലുക്കം കേട്ടില്ലേ? കണക്ക് 2000-ലധികം ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. കണക്ക് തീർന്നിട്ടില്ല. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുമ്പോൾ ഓർത്തോണം, പ്രിയന്റെ വരവ് അടുത്തിരിക്കുക. തിരിച്ചറിഞ്ഞൊരു